നമസ്കാരം, സ്വാഗതം ഹയർ ജീവനത്തിലേക്ക്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് മൈഗ്രെയിൻ ആണ്. മൈഗ്രെയിൻ മിക്കവർക്കും വളരെ സുപരിചിതമായ ഒരു ടോപ്പിക് തന്നെയാണ്. മൈഗ്രെയിൻ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ്. ശരിക്കും ഇതൊരു സിവിയർ ഹെഡേക്ക് എന്നുള്ളതാണ് മൈഗ്രെയിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം. അതായത് പൾസേറ്റിംഗ് ആയിട്ടുള്ള ഒരു തലവേദന, അതാണ് മൈഗ്രെയിൻ. ഇത് ശരിക്കും ഉണ്ടാകുന്നത് നമ്മുടെ നെർവ് ഫൈബേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില കെമിക്കൽസ് ബ്ലഡ് വെസൽസിന് ചുറ്റും കോയിൽ ചെയ്തുകൊണ്ട് ഉണ്ടാകുന്ന ഒരു പെയിനാണ് ശരിക്കും ഈ ഒരു മൈഗ്രെയിൻ്റെ തലവേദന എന്ന് നമ്മൾ പറയുന്നത്. അതിനുള്ള ഒരു സെറ്റ് നാച്ചുറൽ റെമഡീസ് ആണ് ഇന്ന് പറയുന്നത്. മൈഗ്രെയിൻ ഇത്തരത്തിൽ വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. സാധാരണയായിട്ട് കാണുന്നത് ഓവർ എക്സേർഷൻ വരുമ്പോൾ ഇതുപോലെ തലവേദന വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ സമയാസമയത്ത് നമ്മൾ ആഹാരം കഴിക്കാണ്ട് മീൽസ് സ്കിപ്പ് ചെയ്യുമ്പോഴും ഇത്തരത്തിൽ തലവേദന വരാറുണ്ട്. പിന്നെ ഓവർ എക്സൈറ്റ്മെന്റ്, അതുപോലെ സ്ട്രെസ്, ആങ്സൈറ്റി തുടങ്ങിയ സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടും ഇത്തരത്തിൽ മൈഗ്രെയിൻ വരാറുണ്ട്. പിന്നെ ആൽക്കഹോളിന്റെ ഓവർ യൂസും അതുപോലെ കഫൈനേറ്റഡ് ഡ്രിങ്കുകൾ, കഫൈൻ്റെ കണ്ടന്റ് കൂടുതലുള്ള ഡ്രിങ്ക്സ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോഴുമൊക്കെ ഈ മൈഗ്രെയിൻ്റെ ടെൻഡൻസി ഉള്ളവർക്ക് ഇത്തരത്തിലുള്ള തലവേദന വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പ്രഗ്നൻസി സ്റ്റേജിലും അതുപോലെ മെനോപോസ് ടൈമിലുമൊക്കെയുള്ള ഹോർമോണൽ ചേഞ്ചസ് വരുന്ന സ്റ്റേജസിൽ ഇത്തരം മൈഗ്രെയിൻ കോമൺ ആയിട്ട് കാണാറുണ്ട്. അതുകൂടാതെ നമ്മൾ ഹോർമോണൽ മെഡിക്കേഷൻസിലാകുമ്പോഴും ഇത്തരത്തിലുള്ള മൈഗ്രെയിൻ്റെ പ്രശ്നം വരാറുണ്ട്. പിന്നെ ഡീഹൈഡ്രേഷൻ, പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കാതിരിക്കുന്നത് ഒരു പ്രധാന കാരണം തന്നെയാണ്. പിന്നെ ഹൈപ്പോഗ്ലൈസീമിയ അല്ലെങ്കിൽ ലോ ഷുഗർ ഉള്ളവർക്കും ഇത്തരത്തിൽ മൈഗ്രെയിൻ്റെ തലവേദന വരാറുണ്ട്. പിന്നെ മെഗ്നീഷ്യത്തിന്റെ ഡെഫിഷ്യൻസി ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ടാണ് ഇത്തരം നെർവസ് ഡിസ്ചാർജുകൾ, കെമിക്കൽ ഡിസ്ചാർജസ് ഒക്കെ ഉണ്ടാകുന്നതിന് മെഗ്നീഷ്യം ഡെഫിഷ്യൻസി ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയാറുണ്ട്. ബ്രോഡായിട്ട് ഇത്രയും വേറെയും സ്പെസിഫിക് ആയിട്ടുള്ള ചില കാരണങ്ങൾ കൊണ്ട് മൈഗ്രെയിൻ്റെ തലവേദന വരാറുണ്ട്. എങ്കിലും ബ്രോഡായിട്ട് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കാരണങ്ങളൊക്കെയാണ് സാധാരണയായിട്ട് മൈഗ്രെയിനിൽ കൊണ്ടെത്തിക്കുന്നത്. മൈഗ്രെയിന് മെഡിക്കലി പറയുന്നത് 3 സ്റ്റേജസ് ഉണ്ട് എന്നാണ്. പ്രോഡ്രോം, ഔറ, അറ്റാക്ക് തുടങ്ങിയ ഈ 3 പേരിൽ അറിയപ്പെടുന്ന 3 സ്റ്റേജസിലാണ് ശരിക്കും ഗ്രാജുവലായിട്ട് ഈ മൈഗ്രെയിൻ്റെ സിംറ്റംസ് വന്നു തുടങ്ങുന്നത്. ഇതിൽ ആദ്യം പറയുന്ന ഈ പ്രോഡ്രോം സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ചില വ്യതിയാനങ്ങൾ ബോഡിയിൽ കണ്ടു തുടങ്ങും. അതായത് ഫുഡ് ക്രേവിങ്സ്, എപ്പോഴും ഭക്ഷണം കഴിക്കണം എന്നുള്ളൊരു തോട്ട്, പിന്നെ ടെമ്പർ വളരെ മോശമാവുക, നമ്മുടെ ദേഷ്യം വല്ലാണ്ട് കൂടുക, മൂഡ് സ്വിങ്സ് വരിക, അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ വരിക, ലൈറ്റിനോടും സൗണ്ടിനോടും ഒക്കെ ഒരു ഇറിറ്റേഷൻ തോന്നുക, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളാണ് ഈ പ്രോഡ്രോം സ്റ്റേജിൽ വരുന്നത്. സെക്കൻഡ് സ്റ്റേജായ ഔറയിൽ വരുന്നത് ശരിക്കും നമുക്ക് ലൈറ്റിനോടും സൗണ്ടിനോടുമുള്ള ആ ഒരു സെൻസിറ്റിവിറ്റി വല്ലാണ്ട് കൂടുകയും നമ്മുടെ സംസാരത്തെ അത് നല്ലവണ്ണം ബാധിക്കുകയും ചെയ്യും. പിന്നെയുള്ള ലാസ്റ്റ് സ്റ്റേജാണ് നമ്മുടെ ഈ അറ്റാക്ക് എന്ന് പറയുന്നത്. അതായത് സിവിയർ ആയിട്ടുള്ള തലവേദന തുടങ്ങുക, പിന്നെ വിഷൻ ബ്ലർഡ് ആവുക, നമുക്ക് കാഴ്ചയ്ക്ക് തന്നെ ഒരു മങ്ങൽ വരുന്ന തരത്തിൽ നല്ലവണ്ണം പൾസേറ്റിംഗ് ആയിട്ടുള്ള തലവേദന വരിക, അതുപോലെ ഓക്കാനവും ഛർദ്ദലും വരിക. മൈഗ്രെയിൻ്റെ തലവേദനയ്ക്ക് നമ്മുടെ നാരങ്ങയുടെ തോല് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ ഹോം റെമഡി തന്നെയാണ്. നാരങ്ങയുടെ തോല് വെയിലിൽ വെച്ച് ഉണക്കിയ ആ ഒരു പൗഡർ ഉണ്ടെങ്കിൽ അതിന്റെ പേസ്റ്റോ അല്ലെങ്കിൽ തോല് നല്ലവണ്ണം അരച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റോ, ഈ 2 പേസ്റ്റും തലവേദന ഉള്ളപ്പോൾ തേച്ചു കൊടുക്കുന്നത് നല്ലവണ്ണം തന്നെ ഒരു ഫാസ്റ്റ് റിലീഫ് തരും. മൈഗ്രെയിൻ്റെ തലവേദനയ്ക്ക് പട്ടയുടെ പൊടി തേക്കുന്നത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ റെമഡിയാണ്. പട്ട ഒന്ന് ചൂടാക്കി പൊടിച്ചതോ അല്ലെങ്കിൽ വെയിലത്ത് വെച്ചിട്ട് പൊടിച്ച പൊടിയോ നമുക്ക് എപ്പോഴും വീട്ടിൽ കാണുന്നതാണ്. ഇതിന്റെ ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടുള്ള പേസ്റ്റ് പോലെ ആക്കിയിട്ട് തേക്കുന്നത് ഫാസ്റ്റ് റിലീഫ് തരും മൈഗ്രെയിൻ്റെ തലവേദനയിൽ. മൈഗ്രെയിൻ്റെ ഹെഡേക്കിന് നമ്മുടെ മൈലാഞ്ചിയുടെ പൂവ്, ആ പൂവ് വിനാഗിരിയിൽ ഇട്ട് വെച്ചിട്ട് അതിന്റെ ഒരു ക്രഷ് തേക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റന്റ് റിലീഫ് തരുന്ന ഒരു നാച്ചുറൽ റെമഡിയാണ്. പിന്നെ അതുപോലെ തന്നെ ബീട്രൂട്ടും ക്യാരറ്റും വെള്ളരിയും കൂടിയിട്ടുള്ള ജ്യൂസ് കുടിക്കുന്നത് വളരെ നന്നായിട്ട് തന്നെ ഈ ഒരു മെഗ്നീഷ്യം ഡെഫിഷ്യൻസി കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മുടെ ഗ്രേപ്പ് ജ്യൂസ് മാത്രം വെള്ളമില്ലാതെ, വെള്ളം ചേർക്കാതെ ഗ്രേപ്പ് ജ്യൂസ്, ഗ്രേപ്പ് ക്രഷ് എന്ന് പറയും, അത് കഴിക്കുന്നതും ഈ മൈഗ്രെയിൻ ഹെഡേക്ക് മാറ്റുന്നതിന് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ റെമഡി തന്നെയാണ്. പിന്നെ നമ്മുടെ നിയാസിന്റെ ഡെഫിഷ്യൻസി, നിയാസിൻ എന്ന് പറയുന്ന വൈറ്റമിൻ ബി കോംപ്ലക്സ് ഗ്രൂപ്പിൽ വരുന്ന നിയാസിന്റെ ഡെഫിഷ്യൻസിയും ഇത്തരത്തിലുള്ള മൈഗ്രെയിൻ ഹെഡേക്കിന് ഒരു റീസൺ ആണ്. അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വൈറ്റമിൻ ബി കൂടുതലുള്ള വസ്തുക്കൾ, പ്രത്യേകിച്ചും നിയാസിൻ കൂടുതലുള്ള നമ്മുടെ ഇലക്കറികളും അതുപോലെ പഴവർഗ്ഗങ്ങളും ഒക്കെ കൂടുതലായിട്ട് കഴിക്കുക. പിന്നെ ഐസ് പാക്ക് വെക്കുന്നതും ഹോട്ട് കംപ്രസും ഒക്കെ ഇതിന് മുൻപും ഞാൻ മൈഗ്രെയിൻ്റെ നാച്ചുറൽ റെമഡീസിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പറഞ്ഞ നാച്ചുറൽ റെമഡീസും വളരെ എഫക്റ്റീവാണ്. ഇതിലുമൊക്കെ പ്രധാനം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ, ആൽക്കഹോൾ കുറച്ചിട്ട് റെഗുലറായിട്ട് കുറച്ച് എക്സസൈസ് ചെയ്യുക, ഡീസ്ട്രെസ് ചെയ്യുക, സ്ട്രെസ്സും ആങ്സൈറ്റിയും അതുപോലുള്ള വെപ്രാളങ്ങളും ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള മെഡിറ്റേഷൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ എഫക്റ്റീവായിട്ട് ഈ മൈഗ്രെയിൻ ഹെഡേക്ക് കൺട്രോൾ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യും. നാളെ വീണ്ടും കാണാം. ഗുഡ് ബൈ.